അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്സ് തുടങ്ങാൻ പോവാണ് ശ്വേതാജി. ഈ കൂട്ടത്തിലുണ്ടല്ലോ, അതായത് നമ്മളുടെ ഈ കുട്ടികളുടെ ഇടയിൽ എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഞങ്ങൾക്ക് ഇടയിലുള്ള ഒരു ആൺകുട്ടി നിവേദ്യാണെന്നാണ്. അതെ അതെ, ഗേൾസ് എന്നാണ് പേരെങ്കിലും ആ ഗേൾസിൽ ഒരു ബോയ്. അതില്ല, എനിക്കിപ്പോ കുറച്ചു കാലമായിട്ട് ശ്വേതാജിനോട് ഭയങ്കര ഇഷ്ടം. ക്രഷ്? യു മീൻ ക്രഷ്? ശ്വേതാജിയോട് ക്രഷ് ആണോ നിവേദിക്ക്? രാവിലെ എണീക്കുമ്പോ ശ്വേതാജിനെ കാണാൻ വേണ്ടി വാൾപേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, എന്ത് കണ്ടിട്ടാണ് ശ്വേതാജിയോട് ക്രഷ് തോന്നിയത്? അങ്ങനെയൊന്നുമില്ല, എന്ത് കണ്ടാലും ശ്വേതാജിനെ ക്രഷ്. എന്ത് കണ്ടാലും ക്രഷ് ആണത്. ശ്വേത ആൻഡ് നിവേദ്യന്റെ ഒരു റൊമാൻറ്റിക് പെർഫോമൻസോട് കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. എന്റെ ഹിപ്പി ബോയ് ഫ്രണ്ട് ആണ്, മുടി വളർത്തിയ ഒരു ഹിപ്പി ബോയ്. അതെ 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 അതെ. ബാക്കിയൊക്കെ എല്ലാം ഓക്കെയാണ്. ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോഴും ബോയ്ഷ് ആയതുകൊണ്ട് പ്രശ്നമില്ല. മുടി നമുക്ക് കാര്യമില്ല. അപ്പൊ നല്ലൊരു മ്യൂസിക് ഇവർക്ക് രണ്ടുപേർക്ക് ഇട്ടുകൊടുത്തോളൂ. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീയൻ മധുമതി മലർമിഴി മധുഗണമുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. ബോയ് ഫ്രണ്ടിന് ഒന്ന് കറങ്ങാൻ പോലും എത്തുന്നില്ല. പക്ഷെ എത്തുന്നില്ലെങ്കിലും ഓടിച്ചാടി ഒരു ഉമ്മയൊക്കെ കൊടുത്തു അതിന്റെ ഇടയിൽ. അതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നിവേദിക്ക് ആര് വന്നാലും ഒരു ഉമ്മ കൊടുക്കണം. അതെ, രുദ്രയുടെ കൂടെ ഡാൻസ് കളിച്ചാൽ ഉമ്മ കൊടുക്കും. പിന്നെ വേറെ അമ്മയുടെ കൂടെ ആണായിട്ട് ഡാൻസ് കളിച്ചപ്പോൾ ഉമ്മ ഒരു വീക്ക്നെസ് ആണല്ലേ? ആണോ? ഉമ്മച്ചെന്ന് നമുക്ക് പേരിട്ടല്ലോ. ബോയ് ആയിട്ടുള്ള ഉമ്മച്ചൻ. ഇവിടുത്തെ എല്ലാ പെൺകുട്ടികളും സൂക്ഷിക്കണം. എപ്പോ കണ്ടാലും അപ്പ ഉമ്മ വയ്ക്കും. രുദ്ര, ബി കെയർഫുൾ. ഓക്കെ, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. ശരിയാ, പറയാൻ പറ്റില്ല. ബ്രേക്കപ്പ് ആയാലും ഉമ്മ കൊടുക്കും. അതാണ്. ശരി, അപ്പൊ ഇവിടുത്തെ ആൺകുട്ടി ഒരേ ഒരു ചുണക്കുട്ടിയായിട്ട് നമ്മൾ ഈ ഉമ്മച്ചനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയും കൂടുതൽ നല്ല പെർഫോമൻസുകൾ നമുക്ക് കാണണം. ഓക്കെ, യെസ്. അപ്പൊ താങ്ക് യു ശ്വേതാജി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് നമുക്ക് കടന്നാലോ? യെസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ വേദിയിൽ കോമഡി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു സ്മിഷ ആൻഡ് മഹാലക്ഷ്മി. സൂപ്പർ അമ്മയും മകളും 50ാം വാർഷികം ആഘോഷിക്കുന്ന കുളങ്ങരത്ത് സ്കൂളിന്റെ ആദ്യ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അമ്പത് വർഷം മുമ്പുള്ള അതേ ക്ലാസ് റൂം, 50 വർഷം മുമ്പുള്ള അതേ ഡെസ്ക്, 50 വർഷം മുമ്പ് ഞാൻ അല്ലേലും ഇത്രയും പഴക്കമുള്ള സ്റ്റൂള് കയറിയിരുന്ന ഞാൻ പിന്നെ വീഴാതെ. അല്ല, ഇവളം മാറിയൊന്നും കാണുന്നില്ലല്ലോ. ഞാനാണെങ്കിലേ ആവേശം മൂത്തിങ്ങി വരികയും ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാ. ഹലോ, നമസ്കാരം, ഞാൻ അമ്മിണി PS ആണേ. പിള്ളേരെ, നിങ്ങൾ ഇതെവിടെ? ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എൻ്റെ ചങ്കന്മാർക്കും ചങ്കികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓ, ഇവളും വരൂലേ? അണ്ടേ വിലാസിനി പറയുന്ന അവളെ കുത്തിപ്പിടിക്കുന്ന വടി പോയെന്ന്. മറ്റേ അവള് പറയുന്ന അവക്കേ കാലിന് വാദം ഉണ്ടെങ്കിൽ അടേ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സോക്സും ഷൂ ഒക്കെ ഇടണ്ടേ? അമ്മോ, സുകുമാരൻ ബേബി. കണ്ണും കണ്ണും
തമ്മിൽ സുകുമാരന്റെ ആ സ്ലോ മോഷന്റെ വരവില്ലേ, അത് പൊളിച്ചു ബ്രോ. അത് സ്ലോ മോഷൻ ഒന്നും അല്ലടി, പ്രായമായതുകൊണ്ട് പയ്യെ പയ്യെ നടക്കാൻ പറ്റുന്നുള്ളൂ. ആരും വന്നില്ലേലും എന്റെ സുകുമാരൻ വരുന്ന എനിക്കറിയായിരുന്നു. സുകുമാരൻ എന്നെ മനസ്സിലായാ? ആ എടി, സത്യം പറഞ്ഞ നീ ആരാ? പോ അവിടുന്ന്. അപ്പൊ എന്നെ ശരിക്കും മറന്നു. ഓ അമ്മണി പീസ്. അതല്ല, ഉപ്പുമാവുണ്ടാക്കുന്ന കുഞ്ഞിപ്പാറു. ഒന്ന് പോടുന്നു. അതൊന്നുമല്ല. നെല്ലിക്ക കച്ചവടം നടത്തുന്ന പാറു. അതും അല്ല. അപ്പൊ ഈ അമ്മുണി കിട്ടിയേ ശരിക്കും ഓർമ്മയില്ലാണ്ട് തന്നെയാണോ? ഓ ആദ്യം പറഞ്ഞത് അമ്മിണി പീസ് ആണല്ലേ. ആ, അമ്മിണിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. എത്ര എണ്ണം? ഒന്ന് അല്ല, ഒന്ന്. കല്യാണം കഴിച്ചല്ല പറഞ്ഞ, ഞാൻ എത്ര മക്കളുണ്ടെന്നാ പറഞ്ഞ. ഓ, മക്കള് 2 സുകുമാരന്റെ കല്യാണം ഇല്ല. എന്ത് മക്കളില്ലേ? കല്യാണം കഴിച്ചാലല്ലേ മക്കളുണ്ടാവൂ. ആന്ത് കല്യാണം കഴിക്കാത്തേ? എന്റെ അമ്മിണി പീസ് അല്ലാതെ എനിക്ക് വേറെ ആളിനെയും കല്യാണം കഴിക്കാൻ തോന്നിയില്ല. സത്യം? സത്യം. സുകുമാരൻ ബിബി, അമ്മിണി പീസേ. ബിബി മാറും. മീമണ്ടി വരുന്നുണ്ട്. മീമണ്ടിന്റെ ബിബി വിളിച്ച് ശബ്ദം കേൾക്കുന്നില്ല. അത് മീൻവണ്ടിയിലെ ചേട്ടാ, 1 കിലോ മത്തി. അത് മീൻവണ്ടിയിലെ ശബ്ദമൊന്നും അല്ലെന്നേ. ഞാനെന്റെ സുകുമാരനെ സ്നേഹത്തോടെ ബിബിന്ന് വിളിച്ചതാ. പറ്റുന്ന പണിക്ക് പോയാ പോരായിരുന്ന. അതെ, ഞാനൊരു 50 കൊല്ലം മുമ്പുള്ള അമ്മിണി പിയസ് ആണെന്ന് കരുതി പോയി. നോക്കിക്കത് പിടിച്ചെണീപ്പിക്കടി. നോക്കിക്കത് പൊതിങ്ങടുത്തെ. എനിക്ക് പൊതിച്ചോറ് ഇഷ്ടമുള്ള കാര്യം എന്റെ സുകുമാരൻ ബിബിക്ക് ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? അത് നിന്റെ പൊതിച്ചോറൊന്നും അല്ല, തന്നെ മുറുക്കാൻ പൂതിയാ. അവിടെ ഇതെന്തോന്ന് കയ്യല്ലേ? മോഡേണൊക്കെ ആയി, ടാറ്റൊക്കെ അടിച്ച്. എന്തോന്ന് സുപ്പിന്ന് എന്റെ കയ്യിന്ന് മര്യാദക്ക് വലിച്ചോക്ക്. കണ്ട സുകുമാരൻ ബിംബിന്ന് കണ്ട. സുകുമാരൻ ബീപ്പിന്ന് പ്രായമായപ്പോഴത്തേക്ക് തൊലി ചെറിയ സുപ്പിന്നായതാണല്ലേ? ഈ സുകുമാരൻ്റെ ഒരു തമാശ പണ്ട് മുതലേ തമാശയാണ് ഇങ്ങേർക്ക്. എന്റെ കയ്യില് ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ നെഞ്ചിലിട്ടൊരു കുത്ത് തരുമായിരുന്നു ഞാൻ. എന്നാ പിന്നെ എന്റെ അമ്മിണി പീസ് മരിച്ചു പോകും. അതെങ്ങനെ? സുകുമാരന്റെ നെഞ്ചിൽ കത്തി കുത്തിയാൽ അമ്മിണി പീസ് മരിക്കണത്? നിന്നെ കണ്ടപ്പോ മുതലേ നീ എന്റെ നെഞ്ചിലാണടി ഇരിക്കുന്നത്. പോ അവിടുന്ന്. റൊമാൻസ് വരുന്നുണ്ട്. റൊമാൻസ് വന്ന സ്ഥിതിക്ക് നമുക്ക് ദീപം കത്തിച്ചാലോ? ആ, കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. ഇനി എന്താ ഭാവി പ്ലാൻ? ഭാവി പ്ലാൻ ഇതുപോലെ വിളക്കേ വീട്ടിലും കത്തിച്ച് നാമം ജപിച്ചിരിക്ക. അല്ലാതെ വയസ്സാം കാലത്ത് ഇനി എന്ത് ചെയ്യാനാടി? ഓക്കെ, അപ്പോ മഹാലക്ഷ്മി ആൻഡ് സ്മിഷ അവരുടെ കോമഡി റൗണ്ട് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ മൊത്തത്തിൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കോമഡി റൗണ്ടായപ്പം ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ ഒരു കോമഡി എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ചിരി, അങ്ങനെ കുറച്ച് ചിരി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു കണ്ടന്റ് എനിക്ക് തോന്നിയില്ല. പക്ഷെ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. മോളൊക്കെ ആണെങ്കിൽ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ലൈവായിട്ട് പറഞ്ഞത് അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. യെസ്, ലിഷ ചേച്ചി. നല്ല ക്യൂട്ടായിരുന്നു. എന്ന് വെച്ചാൽ പിങ്കി മോളെ എങ്ങനെ വയസ്സായ ഒരാണൊക്കെ ആക്കിയത് നല്ല ക്യൂട്ടായിട്ട് അവൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്ക് മോളെ സൗണ്ട് കുറച്ച് കേൾക്കുന്നുണ്ടായിരുന്നില്ല, കുറഞ്ഞ പോലെ തോന്നി. കുറച്ച് ഡയലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ മോള് ചെറുതല്ലേ, ഒക്കെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായി. പിന്നെ പെർഫോമൻസ് വൈസ് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ശരി, ദിവ്യശ്രീ. കോമഡിയിൽ ഒത്തിരി ചിരിച്ചില്ല, പക്ഷെ എന്നാലും രസമുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. അവര് ഒരു കൺഫ്യൂഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവര് എന്തൊക്കെയോ മുഖം വേറെയും സംസാരിക്കുന്നത് വേറെ പോലെ എനിക്ക് തോന്നി. ശ്വേതാജി. കോമഡി റൗണ്ട് ലൈവായിട്ട് ചെയ്തതിന് വലിയ, ബിക്കോസ് കോമഡി ലൈവ് ചെയ്യുക, അതും നിങ്ങൾ എന്താ പറയുക ബഡ്ഡിങ് ആർട്ടിസ്റ്റാണ്, അതെല്ലാം വലിയൊരു കാര്യമാണ്. അതും മോളെ പിങ്കിക്കുട്ടി നന്നായി ചെയ്തു കേട്ടോ.
നല്ല 1-2 നല്ല പഞ്ച് ചെയ്തു കേട്ടോ. നല്ല ലൈൻ അടിക്കുന്ന ഒരു പയ്യനായിട്ട് നന്നായിട്ട് ചെയ്തു കേട്ടോ. ഒന്നും വിഷമിക്കണ്ട, ബാക്കി നമ്മൾ വിടുക അല്ലേ. ഇത് നമ്മളെന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തൊരു സാധനമായിരുന്നു ഇത്. കാരണം ഈവൻ ഗ്രൂമിങ് സെഷനിലാണെങ്കിൽ പോലും മീൻസ് നമുക്ക് ഭയങ്കര ഈവൻ ഞങ്ങൾ പേഴ്സണലി അവള് തന്നെ പക്ഷെങ്കിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം സംഭവിച്ചപ്പോഴത്തേക്ക് കുഞ്ഞല്ലേ അവൾക്ക് അതങ്ങ് ഡൗൺ ആയി പോയി. പിന്നീട് അവളുടെ ഡയലോഗ് അതൊക്കെ ഓക്കെ. പക്ഷെ ടെക്നിക്കൽ മാറ്റി വെച്ചാൽ പഞ്ചസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് പഞ്ച് വന്നാൽ മതി. അത് മനസ്സിലായി സ്മിഷ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രാക്ക് വിട്ടു പോയി എന്നൊക്കെ പറയാം. പക്ഷെ പഞ്ചസ് എന്ന് പറഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബോഡി ഓഫ് കോമഡി ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്യൂട്ട് കോൺസെപ്റ്റ് വൈസ് ഇത് നന്നായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ചിലപ്പോൾ പിങ്കിനെ നിങ്ങളുടെ പേരക്കുട്ടിയായിട്ട് ചിലപ്പോൾ ചെയ്യാമായിരുന്നു. അത് വെച്ചിട്ട് പേരക്കുട്ടിയും മുത്തശ്ശീൻ്റെ ഇടയിലുള്ള ഒരു ഈ കോൺവെർസേഷൻ ആയിട്ട് ആക്കാമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. വേറെ ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് റീയൂണിയനിൽ ഓബ്വിയസ്ലി പേരക്കുട്ടി നിങ്ങളുടെ കൂടെ റീയൂണിയനിൽ വന്നു. പിന്നെ പേരക്കുട്ടിയും നിങ്ങളുടെ ഇടയിലുള്ള ഒരു കോൺവെർസേഷൻ ഭയങ്കര കോമിക്കൽ ആക്കാമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. പിന്നെ ഞാൻ ചോദിച്ചു, പക്ഷെ പിങ്കി നന്നായിട്ട് ചെയ്തു. അവൾക്ക് കൊടുത്ത കാര്യം അവൾ നന്നായി ചെയ്തിട്ടുണ്ട്. പഞ്ചസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ റൊമാൻസിൻ്റെ ആ ബിറ്റെല്ലാം ക്യൂട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കോമഡി റൗണ്ടിൽ വൺ ഓഫ് ദ വീക്കസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഇത് എവിടെയോ എന്തോ ഒരു ശരിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സംഭവമായിപ്പോയി. ലൈക്ക് നിങ്ങളുടെ പെർഫോമൻസിന്റെയും അല്ലെങ്കിൽ ആ സംഭവം അല്ല, നിങ്ങളുടെ പഞ്ച് ഡയലോഗ്സ് ആണ് കുറവ്, അല്ലാതെ ബാക്കി ടെക്നിക്കൽ ഇഷ്യൂവും അതും തമ്മിൽ റിലേറ്റഡ് അല്ല. സ്മിഷാന്റെ ഇവിടെ ഫാമിലി റൗണ്ടിൽ കോമഡി ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് ഫാമിലി റൗണ്ടാണോ കോമഡി റൗണ്ടാണോ എന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത്ര നന്നായിട്ട് നിങ്ങളുടെ ആ ഫാമിലി റൗണ്ട് ആയിരുന്നു. അത് നന്നായി, താങ്ക് ഗോഡ് അത് ഫാമിലി റൗണ്ട് ആയിരുന്നു. പക്ഷെ ആ കോമഡിന്റെ ഒരു 1% ഈ റൗണ്ട് ഉണ്ടാവാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇതെല്ലാം കോമ്പറ്റീഷന്റെ ഭാഗമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വരും. ഒരു പ്രാവശ്യം ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടി, ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എന്തായാലും സ്മിഷ ചേച്ചിക്ക് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? 4 ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് അത്ര മോശം പെർഫോമൻസ് ഞാൻ ഇവിടെ കാഴ്ചവെച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് മാമിന്റെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു പെർഫോമൻസിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇത് നന്നായി ബാധിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ബാധിച്ചിട്ടുണ്ട്. അത് പറയരുത് സ്മിഷ. ഇല്ല, ഞങ്ങൾക്ക് കോമഡി അത്രയ്ക്ക് കോമഡി ഇല്ല എന്നുള്ളത് ഈ ഞങ്ങൾ ചെയ്തതിൽ ഒരു ഞാനിപ്പോ പറഞ്ഞുതരാം. കോമഡി റൗണ്ടില് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല നമ്മളിതിപ്പോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോമഡി റൗണ്ടിൽ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തത് ദിവ്യശ്രീയും രുദ്ര അല്ലേ? അതെ. നമ്മുടെ ഓരോ പെർഫോമൻസിന് ചെറിയ കുട്ടികൾ വരുമ്പോഴും വലിയ കുട്ടികൾ തമ്മിൽ ഓരോ പെർഫോമൻസിന് ആ ഒരു കണ്ടന്റ് അത് ബാധിക്കും. ലൈക്ക് അതൊരു പെർഫോം ചെയ്യുമ്പോൾ കണ്ടന്റ്സ് ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. മീനാക്ഷി തന്നെ സ്കിറ്റില് എത്ര വലിയ സീരിയസ് കണ്ടന്റ് ആണ് മഹാലക്ഷ്മി ചെയ്തത്. അപ്പൊ അതോ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെങ്കിൽ നമുക്ക് എല്ലാ സമയങ്ങളിലും അത്രേ ഉള്ളൂ. അതാണ് എല്ലാ സമയത്തും നമ്മൾ വർക്ക് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഇത് വർക്ക് ആവണമെന്നല്ല. ഇത് ഇത്രയും ലോവസ്റ്റ് മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് അതായത് അത്ര പോലും ഒരു കോമിക് അല്ലാത്തൊരു സാധനം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ലേ, നമുക്ക് എപ്പോഴും നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയതല്ല. സ്മിഷ, ഇതിൽ സത്യമായിട്ട് കോമിക്കൽ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു, സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പെർഫോമൻസ് അല്ല അതൊക്കെ അത് പെർഫോമൻസ്. പക്ഷെ ചിരിക്കാനുള്ള ഒരു സത്യം പറഞ്ഞാൽ ആ മോള് പറഞ്ഞ ഒരു ഡയലോഗിൽ ഞാൻ എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. നമ്മൾ കോമഡി റൗണ്ടിന് വേണ്ടിയുള്ള കാര്യമാണ്, അല്ലാതെ സ്ക്രിപ്റ്റിലൊന്നും ഇതുണ്ടായിരുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് സ്മിഷ. ആൻഡ് കോമ്പറ്റീഷനിലാവുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എല്ലാവർക്കും ഉണ്ടാവും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇന്ന്. അതേ സമയത്ത് നിങ്ങൾ ഫാമിലി റൗണ്ടിൽ 9 കിട്ടിയിട്ടില്ലേ? അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വേറെ ആൾക്കാർ പറയും എനിക്ക് 10 കിട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ആൻഡ് സ്മിഷ, യു ആർ എ ബിഗർ. ഈ നമ്മളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ റിയൽ ലൈഫിലുള്ള ഒരു ഫൈറ്ററാണ്. സോ ഐ എം എക്സ്പെക്ടിങ് കുറച്ചും കൂടി പോസിറ്റീവ് വേ ഓഫ് ലുക്കിംഗ് ഇൻ ടു ലൈഫാണ്. പക്ഷേ നമ്മൾ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം, ആൻഡ് പോസിറ്റീവ് ആർഗ്യുമെൻറ്റ് ഇസ് ഓൾവേസ് വെൽക്കം നമ്മുടെ ജീവിതത്തിൽ. അത് ഏറ്റവും എല്ലാവർക്കും ഞാൻ അത് എപ്പോഴും പറയാണ്, യു ഗൈസ് ക്യാൻ ടെൽ മീ എനിത്തിങ്.
ഐ എം ഓപ്പൺ ടു ഓൾ ഓഫ് യു. പക്ഷേ ഞാൻ പറയണത് കോമഡി റൗണ്ടിൽ കോമഡി ഇല്ലെങ്കിൽ ഞാൻ എന്ന ജഡ്ജ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറയും. ബിക്കോസ് ഇതുകൊണ്ടും എനിക്ക് അപ്പോൾ ദിവ്യം രുദ്ര ചെയ്ത സമയത്ത് എനിക്ക് അവരുടേൽ കോമഡി കണ്ടില്ല. ഇത് നോക്കിയിട്ട് ഞാൻ 5 കൊടുത്താൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ മാർക്ക് കൂട്ടണം. അങ്ങനെയാണ്. ബിക്കോസ് എൻ്റെ ഒന്ന് ആലോചിക്കും, എനിക്ക് ആ കോമഡി റൗണ്ടിൽ കുറച്ചും കൂടി കോമഡി ആവണം. ഞാൻ ഇതിന് മുമ്പേ ദിവ്യനോട് പറഞ്ഞു ഡാൻസ് എനിക്ക് വേണ്ട, കുറച്ച് ഡ്രാമ ഉണ്ടാവണം അങ്ങനെയൊക്കെ. ബിക്കോസ് നമ്മൾ ചെയ്ത കാര്യം, എസ്പെഷ്യലി സ്മിഷ ഓൾറെഡി ഫാമിലി റൗണ്ടിൽ നന്നായി കോമഡി ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് എക്സ്പെക്ടിങ്. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ദൈവമേ ഇത് ഫാമിലി റൗണ്ടാണോ കോമഡി റൗണ്ടാണോ. സോ ജസ്റ്റ് ഇമാജിൻ മൈ പോയിന്റ് ഓഫ് വ്യൂ.